നമസ്കാരം. പ്രധാന വാർത്തകൾ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ഒഴിവാക്കിയവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും കാരണം വിശദീകരിക്കണമെന്നും നിർദ്ദേശം. ആധാർ രേഖയായി അംഗീകരിക്കണം. ചൊവ്വാഴ്ചയ്ക്കകം പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. ഇന്ത്യ മുന്നണിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഞായറാഴ്ച ബീഹാറിൽ നിന്നും തുടക്കം. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ മേഘവിസ്ഫോടനത്തിൽ 33 മരണം. ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും മേഘവിസ്ഫോടനത്തിൽ കനത്ത നാശം. ഡൽഹിയിൽ റെഡ് അലർട്ട്. കേരളത്തിൽ 5 ദിവസം വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടി. ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. നടപടി അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്റെ പേരിൽ കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് പണിതതിൽ അഴിമതി ആരോപിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി പട്ടിക നൽകാൻ തിങ്കളാഴ്ച വരെ സമയം അനുവദിച്ച് സുപ്രീം കോടതി. പട്ടിക തയ്യാറാക്കി സർക്കാർ. വിഭജന ഭീതി ദിനാചരണത്തിന്റെ പേരിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ ഏത് അതിസാഹസത്തിനും കടുത്ത തിരിച്ചടി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ അനാവശ്യ വാചകമടി നിർത്തണമെന്നും ഇല്ലെങ്കിൽ മുറിവേൽക്കുന്ന പ്രത്യാഘാതം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ആവേശക്കടലാകാൻ ഇനി ഫുട്ബോൾ മാമാങ്കം. യൂറോപ്പിലെ പ്രമുഖ ലീഗുകളുടെ പുതിയ സീസണ് തുടക്കമാകുന്നു. സ്പാനിഷ് ലാലിഗയിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും ഫ്രഞ്ച് ലീഗിലെയും മത്സരങ്ങൾ നാളെ മുതൽ. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 65 ലക്ഷത്തോളം ആളുകളുടെ പേര് ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണം സഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. ബീഹാറിലെ SIR-നെ ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 65 ലക്ഷത്തോളം ആളുകളുടെ പേരുകൾ ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണസഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. കോടതിയുടെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. ആധാർ രേഖയായി അംഗീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ചയ്ക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. വോട്ടർ പട്ടികയിൽ നേരത്തെ പേരുണ്ടാകുകയും തീവ്ര പുനഃപരിശോധനയ്ക്ക് ശേഷമുള്ള കരട് പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യാത്ത ഏകദേശം 65 ലക്ഷത്തോളം വോട്ടർമാരുടെ പട്ടിക ഓരോ ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെയും വെബ്സൈറ്റിൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. എന്നാൽ വോട്ടറുടെ EPIC നമ്പർ ഉപയോഗിച്ച് ഇത് പരിശോധിക്കാനും സാധിക്കണം. അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഒഴിവാക്കപ്പെട്ടവർക്ക് അവരുടെ ആധാർ കാർഡും പരിഗണിക്കുമെന്നും പൊതു അറിയിപ്പുകളിൽ വ്യക്തമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. താമസം മാറൽ, മരണം, ഇരട്ട രജിസ്ട്രേഷൻ തുടങ്ങിയ പേരുകൾ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ച് വ്യാപകമായ പ്രചാരണം നൽകുന്നതിന് ബീഹാറിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പത്രങ്ങളിൽ പരസ്യം നൽകേണ്ടതാണ്. കൂടാതെ ദൂരദർശനിലും റേഡിയോ ചാനലുകളിലും ഇത് പ്രക്ഷേപണം ചെയ്യേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. പൊതു അറിയിപ്പിൽ പരാതിയുള്ളവർക്ക് ആധാർ കാർഡിന്റെ പകർപ്പിനൊപ്പം തങ്ങളുടെ അവകാശവാദങ്ങൾ സമർപ്പിക്കാമെന്ന് വ്യക്തമായി പരാമർശിക്കപ്പെടേണ്ടതാണെന്നും കോടതി നിർദ്ദേശിച്ചു. ജില്ലാ ഇലക്ടറൽ ഓഫീസർമാർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവർ അതിലും പൊതു അറിയിപ്പ് പ്രദർശിപ്പിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ വോട്ടർ അധികാർ യാത്രയുമായി ഇന്ത്യ മുന്നണി. ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ വോട്ടർ അധികാർ യാത്രയിലൂടെ വോട്ട് മോഷണത്തിനെതിരായ നേരിട്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. രാജ്യമെമ്പാടും കുറ്റമറ്റ വോട്ടർ പട്ടിക ഉറപ്പാക്കുമെന്നും ജനാധിപത്യത്തെയും ഭരണഘടനയും ഒരാൾക്കൊരു വോട്ട് എന്ന തത്വത്തെയും സംരക്ഷിക്കാനുള്ള നിർണായക പോരാട്ടമാണിതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. ഓഗസ്റ്റ് 17-ാം തീയതി സസാരാമിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര 30-ന് സമാപിക്കും. സെപ്റ്റംബർ 1-ാം തീയതി പട്നയിൽ മെഗാ വോട്ടർ അധികാർ റാലി സംഘടിപ്പിക്കുമെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്നു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ മേഘവിസ്ഫോടനത്തിൽ 12 മരണം. അതേസമയം ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും മേഘവിസ്ഫോടനത്തിൽ കനത്ത നാശം. കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ പാഡർ മേഖലയിലെ ചസോട്ടി ഗ്രാമത്തിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ചസോട്ടിയിൽ നിരവധി വീടുകൾ തകർന്നു.
സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. കിഷ്ത്വാറിലെ മാതാചണ്ഡിയുടെ ഹിമാലയൻ ദേവാലയത്തിലേക്കുള്ള യാത്രയുടെ ആരംഭ പോയിന്റാണ് ചസോട്ടി. മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മിന്നൽ പ്രളയവും ഉണ്ടായത്. ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകർ പോകുന്ന വഴിയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് എന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. 2800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഇപ്പോൾ തീർത്ഥാടന കാലമാണ്. ക്ഷേത്രത്തിലേക്ക് കാൽനടയായി പോകുന്ന തീർത്ഥാടകർ വാഹനങ്ങൾ നിർത്തിവയ്ക്കുന്നത് ചസോട്ടിയിലാണ്. തീർത്ഥാടന കാലത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ദുരന്തത്തെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവെച്ചു. ജൂലൈ 25 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് തീർത്ഥാടന കാലം. മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതേസമയം ഹിമാചൽ പ്രദേശിലും മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായി. ഷിംല, ലഹൌൾ, സ്പിതി ജില്ലകളിലെ ഒട്ടേറെ പാലങ്ങൾ ഒലിച്ചുപോയി. ഇവിടങ്ങളിലെ 2 ദേശീയപാതകളടക്കം 300ഓളം റോഡുകൾ അടച്ചു. സത്ലജ് നദിക്ക് കുറുകെയുള്ള പാലവും മുങ്ങിയതായാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ ഗാസിയാബാദ്, ഗുരുഗ്രാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി. 17 വരെ മഴ തുടരുമെന്നാണ് പ്രവചനം. ഉത്തർപ്രദേശിൽ വിവിധയിടങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. മഴയിൽ ലക്നൌ നഗരവും വെള്ളത്തിലായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടി. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളി. ഈ മാസം 30-ന് പരാതിക്കാരന്റെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ADGP MR അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് തിരുവനന്തപുരം കവടിയാറിൽ വിലപിടിപ്പുള്ള ഭൂമി വാങ്ങി ആഡംബര വീട് പണിയുമ്പോൾ അഴിമതിപ്പണം ഇതിനായി ഉപയോഗിച്ചുവെന്നാണ് ആക്ഷേപമുയർന്നത്. സെന്റിന് 70 ലക്ഷം രൂപ വിലയുള്ള ഭൂമി വാങ്ങി ആഡംബര വീട് നിർമ്മിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന് പണം എവിടെ നിന്ന് ലഭിച്ചുവെന്ന ചോദ്യം ആദ്യമുയർത്തിയത് മുൻ MLA PV അൻവർ ആയിരുന്നു. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തു കൊടുത്തതിലൂടെ വിഹിതം ലഭിച്ചുവെന്നും കുറവങ്കോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നുമുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. തുടർന്ന് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി. കവടിയാറിലെ ആഡംബര വീട് നിർമ്മിക്കാൻ SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പയെടുത്തുവെന്നും ഫ്ളാറ്റ് മറിച്ചുവിറ്റത് സ്വാഭാവികമായ വിലവർദ്ധനവാണെന്നുമാണ് വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് നടപടിക്കെതിരെയാണ് അഭിഭാഷകൻ നാഗരാജു കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി വഴിവിട്ട് സഹായിച്ചതിനാൽ വിജിലൻസ് കുറ്റവിമുക്തനാക്കി എന്നാണ് ഹർജിക്കാരന്റെ വാദം. ADGPയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു കണ്ടെത്തിയ റിപ്പോർട്ടായതിനാൽ ക്ലീൻ ചിറ്റ് നൽകിയെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും വിജിലൻസ് കോടതി പരിശോധിച്ചു. എന്നാൽ പരാതിക്കാരന് തെളിവുകൾ നിരത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വാദമാണ് MR അജിത് കുമാർ കോടതിയിൽ നിരത്തിയത്. വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളി. ഈ മാസം 30-ന് പരാതിക്കാരന്റെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും. തുടർ നടപടികൾ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും നടക്കുക. തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളപ്പോഴാണ് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതിയുടെ ഇടപെടലുണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ പോലീസിനെ കോടതിക്ക് വിശ്വാസമില്ല എന്നതാണ് വിധിയിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് അഡ്വക്കേറ്റ് P നാഗരാജ്. വിജിലൻസ് മാനുവലിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് അന്വേഷണം നടന്നത്. MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാൻ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതിനാൽ ക്ലീൻ ചിറ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും ഹർജിക്കാരൻ അഡ്വക്കേറ്റ് P നാഗരാജ് ആരോപിച്ചു. ഈ വിധി സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി ഉത്തരവ്. സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസ് പോലീസിൽ കോടതിക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഓർഡർ കൊണ്ട് വ്യക്തമാക്കുന്നത്. ഫെയർ എൻക്വയറി നടത്തിയിട്ടില്ല. ചെക്ക് പീരീഡ്, അതായത് വിജിലൻസ് മാനുവൽ നിഷ്കർഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അന്വേഷിക്കാതെ വെറും ഒരു വെരിഫിക്കേഷൻ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. വിജിലൻസ് മാനുവൽ തന്നെ പറയുന്നത് ഈ ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് കേസിൽ അവർ പ്രിലിമിനറി എൻക്വയറി നടത്തണം. ആ എൻക്വയറി ഇവർ നടത്തിയിട്ടില്ല. വെറും ഒരു വെരിഫിക്കേഷൻ മാത്രം. ഇദ്ദേഹത്തിന് DGP റാങ്ക് കൊടുക്കാൻ വേണ്ടി വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഇവർ ക്ലീൻ ചിറ്റ് നടത്തി റിപ്പോർട്ട് കൊടുത്തത്. അതും കോടതിയിൽ കൊടുക്കാത്തതിന് തന്നെ ഈ റിപ്പോർട്ട് സാറിന് കോടതിയിൽ പരിഗണനിരിക്കുന്ന കേസിൽ കോടതിയിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇവർ അവിടെ കൊടുക്കാതെ സർക്കാരിലാണ് കൊടുത്തത്. KTU ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് സെർച്ച് കമ്മിറ്റിയെ നിർദ്ദേശിക്കാനുള്ള സമയപരിധി സുപ്രീം കോടതി നീട്ടി. തിങ്കളാഴ്ച വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. വിദഗ്ധരുടെ പട്ടിക തയ്യാറെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. 10 പേരടങ്ങിയ പട്ടികയാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. IITയിലെ വിദഗ്ധരടക്കം 20 പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇവരോട് സംസാരിക്കാൻ സമയം ആവശ്യമാണ് എന്നാണ് ഗവർണർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള പാനൽ ഗവർണറോടും സർക്കാരിനോടും നിർദ്ദേശിക്കാനാണ് കോടതി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നത്. BC നിയമനത്തിൽ ഇന്നലെയാണ് സുപ്രീം കോടതി വാദം കേട്ടത്. ഗവർണർക്കെതിരായി കേരള സർക്കാർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി
വിഭജന ഭീതി ദിനാചരണം നടത്തി ABVP. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം VTM NSS കോളേജിലാണ് ദിനാചരണം നടത്തിയത്. വിവിധ കോളേജുകളിൽ ദിനാചരണം സംഘർഷത്തിൽ കലാശിച്ചു. ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് വിഭജന ദിനം ആചരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാർ കോളേജുകൾക്ക് നിർദ്ദേശവും നൽകി. കേരള, കണ്ണൂർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ ഉത്തരവ് നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയത്. അതേസമയം ഗവർണറുടെ നിർദ്ദേശം ABVP ഏറ്റെടുക്കുകയും സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ഒരു കോളേജിലെങ്കിലും ദിനാചരണം സംഘടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം MVT NSS കോളേജിലാണ് വിഭജന ഭീതി ദിനം ആചരിച്ചത്. ഇത് യാതൊരു വിധത്തിലുള്ള മതപരമായ പരിപാടിയോ മതപരമായ ഭിന്നത ഉണ്ടാക്കുന്ന പരിപാടിയോ അല്ല. ഇത് ഈ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ ചരിത്രമാണ്. ഈ ചരിത്രം പുതുതലമുറയിലേക്ക് പകർത്തി കൊടുക്കുക, ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു മുന്നോട്ടുള്ള പോക്കിനെ ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ABVP ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്ന ദിനാചരണം SFI ABVP സംഘർഷത്തിലാണ് അവസാനിച്ചത്. എന്നാൽ വൈസ് ചാൻസലറായ മന്ത്രി R. ബിന്ദുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒട്ടുമിക്ക കോളേജുകളും ദിനാചരണം സംഘടിപ്പിച്ചില്ല. ദിനാചരണം സംഘടിപ്പിക്കാൻ എടുത്ത നടപടികൾ റിപ്പോർട്ട് ചെയ്യാനും ഗവർണർ ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിനാചരണം സംഘടിപ്പിക്കാത്ത സർവകലാശാലകൾക്കെതിരെ ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് ലോ കോളേജിന് മുൻപിൽ വിഭജന ഭീതി ദിനം ആചരിക്കാനെത്തിയ ABVP പ്രവർത്തകരെ കോളേജിന് മുൻപിൽ SFI, MSF, KSU പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. തുടർന്ന് റോഡിൽ നിന്നും വിഭജന ഭീതി ദിനം ആചരിച്ച ABVP പ്രവർത്തകരെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ABVP ദേശീയ നിർവാഹക സമിതി അംഗം യദു കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ലോ കോളേജിന് മുൻപിൽ പ്രവർത്തകർ വിഭജന ഭീതി ദിനം ആചരിച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിവെച്ചതിനെതിരെ ഇടത് അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ പ്രതിഷേധിച്ചു. വ്യാജ രജിസ്ട്രാറെ മാറ്റണമെന്നും അക്കാദമിക് കൗൺസിൽ യോഗം ചേരണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ വിവിധ കോളേജുകളിൽ നിന്നും എത്തിയ അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ പങ്കെടുത്തു. ഇന്ന് രാവിലെ 9:30 മാത്രമാണ് കൗൺസിൽ മാറ്റിവെച്ചതെന്ന് അറിയിപ്പ് ലഭിച്ചതെന്നും ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. അതേസമയം അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് യോഗം മാറ്റിവെച്ചതെന്നാണ് വൈസ് ചാൻസലറുടെ അനൌദ്യോഗിക വിശദീകരണം. സ്കൂളിലെത്താൻ വൈകിയെന്നാരോപിച്ച് എറണാകുളത്തെ വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടെന്ന പരാതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇനി വൈകി എത്തരുത് എന്ന് ഉപദേശിക്കാം, അല്ലാതെ കുട്ടിയെ മാനസിക നിലയെ ബാധിക്കുന്ന രീതിയിൽ ഇരുട്ടുമുറിയിൽ അടച്ചിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് കോർപ്പറേഷൻ വോട്ടർ പട്ടിക രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയെന്ന UDF BJP ആക്ഷേപം ശുദ്ധ അസംബന്ധമാണെന്ന് LDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. 00 കെട്ടിട നമ്പറിൽ ഏറെ വോട്ടുകൾ ചേർത്തുവെന്ന് പറയുന്നത് സാങ്കേതിക പ്രശ്നം മാത്രമാണ്. അത് കൃത്രിമമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ആക്ഷേപം ഉള്ളവർക്ക് പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും LDF അറിയിച്ചു. അനർഹമായ വോട്ടുകൾ ചേർക്കുന്നതിന് മറയിടുന്നതിനാണ് UDFും BJPയും LDFിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും LDF നേതാക്കൾ ആരോപിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടിന് വഴിയൊരുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലും ക്രമക്കേട് നടക്കാൻ പോകുന്നു. പല പഞ്ചായത്തുകളിലും ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഭരണം മറിയുക. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ സോഫ്റ്റ്വെയർ പരാജയം. നടത്തറയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 വോട്ടുണ്ടായിരുന്ന വീട്ടിൽ പുതിയ കരട് പട്ടികയിലുള്ളത് 113 വോട്ടുകളാണ്. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സോഫ്റ്റ്വെയറിൽ ഒരു അപേക്ഷകൻ അപേക്ഷ ഫോം നമ്പർ 4 സമർപ്പിച്ചാൽ അത് ERO ഹിയർ ചെയ്യുന്ന സമയം ആ അപേക്ഷകൻ്റെ ID കാർഡ് നമ്പർ ആ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ആ അപേക്ഷകനെ മറ്റേതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ വോട്ടുണ്ടോ എന്ന് അറിയുക മാത്രമല്ല, ആ വോട്ടുള്ള തദ്ദേശ സ്ഥാപനത്തിലേക്ക് ഇവിടെ ഈ വോട്ട് ഈ സ്ഥാപനത്തിൽ എൻറോൾ ചെയ്യുന്നു എന്നുള്ള അറിവും ലഭിച്ചിരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ കാലത്ത് നൽകിയിരുന്നത്.
കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവിൽ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീം ചെരിഞ്ഞു വീണു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമായി പറയുന്നത്. ഭീമിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നാണ് കരുതുന്നത്. പ്രദേശത്തെ നാട്ടുകാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. പാലത്തിന്റെ മധ്യഭാഗത്തെ ബീമാണ് ചരിഞ്ഞത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസും വിജയ് ബാബുവും തമ്മിലുള്ള പരസ്യപ്പോര് തുടരുന്നു. കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ സാന്ദ്രയെ പരിഹസിച്ച് വിജയ് ബാബു രംഗത്തെത്തി. എന്നാൽ പ്രകോപനപരമായ പോസ്റ്റിന് മറുപടി പോസ്റ്റുമായി സാന്ദ്ര തോമസും രംഗത്ത് വന്നു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ സാന്ദ്രയെ പരിഹസിച്ച് വിജയ് ബാബു രംഗത്ത് വന്നു. കോടതി വിധിക്ക് മുൻപ് നടന്ന പരസ്യ പ്രതികരണങ്ങളുടെ തുടർച്ചയായിരുന്നു പുതിയ പോസ്റ്റ്. നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷന്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന സാന്ദ്രയുടെ കുറിപ്പ് പങ്കുവച്ചതിനു ശേഷം എനിക്കും അത്രയേ പറയാനുള്ളൂ സാന്ദ്ര എന്നാണ് വിജയ് ബാബു കുറിച്ചത്. തുടർന്ന് സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൗസുമായി ഒരു ബന്ധവുമില്ല എന്ന തന്റെ പഴയ കുറിപ്പും വിജയ് ബാബു വീണ്ടും പങ്കുവച്ചു. സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ഉപയോഗിച്ച് ജനശ്രദ്ധ നേടുന്നത് സൂക്ഷിച്ചു വേണമെന്നും വിജയ് ബാബു പറഞ്ഞു. മനുഷ്യരെക്കാൾ വിശ്വാസയോഗ്യമായതുകൊണ്ട് തനിക്ക് മൃഗങ്ങളെയാണ് ഇഷ്ടമെന്നും വിജയ് ബാബു തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു. തൊട്ടു പിന്നാലെ സാന്ദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാമെന്നും എന്നാൽ പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുമോ എന്നതിലേയുള്ളൂ പേടിയെന്നുമായിരുന്നു സാന്ദ്രയുടെ പോസ്റ്റ്. പിന്നാലെ വിജയ് ബാബുവിന്റെ പോസ്റ്റ് വീണ്ടും എത്തി. പങ്കാളിത്തം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ നിനക്ക് പകരം ഒരാളെ ദത്തെടുത്തു. അതേ സാന്ദ്രെ, നീ പറഞ്ഞത് ശരിയാണ്, അത് നിന്നേക്കാൾ വിശ്വാസ്യതയുള്ളതാണ് എന്നായിരുന്നു വിജയ് ബാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. സാന്ദ്രയുടെ പട്ടിഷോയ്ക്ക് ഉത്തരം പറയാൻ സമയമില്ലെന്നും വിജയ് പോസ്റ്റിൽ പറയുന്നു. നായയുടെ ഫോട്ടോയും കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാന്ദ്ര തോമസ് നൽകിയ പത്രിക തള്ളിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തുടർന്ന് സാന്ദ്ര കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. അമൃത ന്യൂസ്, കൊച്ചി. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. SP അജിത് വിജയനാണ് കേരളത്തിൽ നിന്നും വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചത്. 10 പേർക്ക് സ്വാതന്ത്ര്യ സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള പോലീസ് മെഡലുകളാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ചത്. 1090 പേർക്കാണ് ഇത്തവണത്തെ മെഡലുകൾ. ഇതിൽ 233 പേർക്ക് ധീരതയ്ക്കും 99 പേർക്ക് വിശിഷ്ട സേവനത്തിനുമുള്ള മെഡലുകളും 758 പേർക്ക് സ്തുത്യർഹ സേവനത്തിനുമുള്ള മെഡലുകളുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് SP അജിത് വിജയനാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 10 പേർ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലിനും അർഹരായി. SP ശ്യാംകുമാർ വാസുദേവൻ, SP രമേശ് കുമാർ, SP ബാലകൃഷ്ണൻ നായർ, അസിസ്റ്റന്റ് കമാൻഡ് EV പ്രവി, DYSP U പ്രേമൻ, ഡെപ്യൂട്ടി കമാൻഡ് സുരേഷ് ബാബു, ഇൻസ്പെക്ടർ രാംദാസ് ഇളയടത്ത്, ഹെഡ് കോൺസ്റ്റബിൾമാരായ മോഹനകുമാർ രാമകൃഷ്ണ പണിക്കർ, KP സജിഷ, SS ഷിനിലാൽ എന്നിവരാണ് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലിന് കേരളത്തിൽ നിന്ന് അർഹരായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തത സംബന്ധിച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ തള്ളി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കാരണം കാണിക്കൽ നോട്ടീസിന് ഹാരിസ് മറുപടി നൽകി. ചട്ടലംഘനത്തിൽ ക്ഷമാപണം നടത്തിയാണ് മറുപടി നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് യൂറോളജി വിഭാഗം ശസ്ത്രക്രിയകൾ മുടങ്ങിയ സംഭവത്തിലും വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിലുമുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടിനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മറുപടി നൽകിയത്. ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല. ശസ്ത്രക്രിയാ ഉപകരണമായ പ്രോബ് വാങ്ങി നൽകണമെന്ന് പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നതാണ്. വകുപ്പിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്ന ഉപകരണം തന്റേതല്ലെന്നും മറ്റൊരു ഡോക്ടർ സ്വന്തമായി വാങ്ങിയതാണെന്നും അത് തനിക്ക് ഉപയോഗിക്കാനാകില്ല എന്നും മറുപടിയിൽ പറഞ്ഞു. അതേസമയം സർവീസ് ചട്ടലംഘനത്തിന് ഡോക്ടർ ക്ഷമാപണം നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ ഉപകരണക്ഷാമം ഉണ്ടായിരുന്നതായി അധികൃതരെ അറിയിച്ചിരുന്നതാണെന്നും മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിശദമായ മറുപടി അധികൃതർക്ക് കൈമാറിയത്. സംഭവത്തെ തുടർന്ന് ഡോക്ടറെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവന്നത്. തുടർന്ന് വകുപ്പിൽ ഉപകരണങ്ങൾ കാണാതായതിന്റെ ഉത്തരവാദിത്വവും ഡോക്ടറുടെ മേൽ എത്തിയിരുന്നു. ഡോക്ടറെ കുറ്റക്കാരനാക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ എല്ലാം നീക്കങ്ങളും പാളിയതോടെയാണ് സർക്കാർ ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഏരിയ കമ്മിറ്റി അംഗത്തിനെ തരം താഴ്ത്തി. പത്തനംതിട്ട ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവിനെതിരെയാണ് നടപടി. തരം താഴ്ത്തിയത് വള്ളംകുളം ലോക്കൽ കമ്മിറ്റിയിലേക്ക്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CWC ചെയർമാനുമായിരുന്നു രാജീവ്. ജില്ലാ കമ്മിറ്റിയാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത്. രാജീവിനൊപ്പം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസണെയും 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു.
ജൈനമ്മ തിരോധാന കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ലഭിച്ച രക്തക്കറകൾ ജൈനമ്മയുടേതാണെന്ന് തെളിഞ്ഞു. ഫോറൻസിക് പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത്. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കറകൾ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ കേസിനാസ്പദമായ നിർണായക തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ ചേർത്തലയിലെ സ്വകാര്യ ബാങ്കിൽ പണയം വച്ചതും തുടർന്ന് നഗരത്തിലെ സ്വർണ്ണക്കടയിൽ വിൽപ്പന നടത്തിയതുമായ ആഭരണങ്ങളും ജൈനമ്മയുടേതാണെന്നും പരിശോധനയിൽ കണ്ടെത്തി. 2024 ഡിസംബർ 23-നാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ജെയിൻ മാത്യു എന്ന ജൈനമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. ഫോൺ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനിലേക്ക് എത്തിയതും അറസ്റ്റിലേക്ക് നീങ്ങിയതും. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികഷ്ണങ്ങളും കണ്ടെടുത്തിരുന്നു. ഇത് DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ DNA ഫലം കേസിൽ കൂടുതൽ വഴിത്തിരിവാകും എന്ന കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ സെബാസ്റ്റ്യനെ 26 വരെ റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, ആലപ്പുഴ. മലപ്പുറം പാണ്ടിക്കാട് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയെ കൊല്ലത്ത് നിന്നും കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പിടികൂടി. അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നുമാണ് പിടികൂടിയത്. തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പിടികൂടുന്ന ദൃശ്യവും പുറത്തുവന്നു. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നുമാണ് പ്രതികളെ പിടികൂടി ഷമീറിനെ മോചിപ്പിച്ചത്. പ്രതികളുമായി പോലീസ് മലപ്പുറത്തേക്ക് തിരിച്ചു. 2 കാറുകളിലായി പോയ സംഘത്തെ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. മലപ്പുറത്ത് നിന്നുമുള്ള അന്വേഷണ സംഘവും കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പിടികൂടിയത്. ആരാധകൻ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ കന്നഡ നടൻ ദർശൻ തുഗുദീപയുടെ ജാമ്യം റദ്ദാക്കി സുപ്രീം കോടതി. ദർശൻ ഉൾപ്പെടെ 5 പേർക്ക് ജാമ്യം നൽകിയ കർണാടക ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. എത്ര വലിയവനായാലും നിയമത്തിന് അതീതനല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ദർശന്റെ ജാമ്യം ചോദ്യം ചെയ്ത് കർണാടക സർക്കാർ നൽകിയ അപ്പീലിലാണ് വിധി. ദർശനുമായി അടുപ്പമുണ്ടായിരുന്ന നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയത്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തു. പിതാവ് റഹീമിനെ 2ാം പ്രതിയും ഉമ്മയെ 3ാം പ്രതിയാക്കിയുമാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. റമീസ് പെൺകുട്ടിയെ മർദ്ദിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അറിവുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് നടപടി. ധർമ്മസ്ഥലയിൽ ഇന്നും പരിശോധന തുടരുകയാണ്. പോയിന്റ് 13-ലാണ് GPR ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നത്. 8ഓളം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് പോയിന്റ് 13. മുൻ ക്ഷേത്ര പരിചാരകൻ പ്രദേശത്തെ മൃതദേഹം കുഴിച്ചുമൂടുന്നത് കണ്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. 2 പ്രദേശവാസികൾ ഇന്നലെ SIT സമീപിച്ചിരുന്നു. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടെന്ന് SITക്ക് മൊഴി നൽകിയവരുടെ എണ്ണം ഇതോടെ 7ആയി. മാന്നാറിൽ വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ അപകടം. ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക്. ബൈക്ക് ജലജീവൻ മിഷന്റെ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് യുവാവ് ടിപ്പറിന് അടിയിലേക്ക് വീഴുകയായിരുന്നു. ജലജീവൻ മിഷനു വേണ്ടി എടുത്ത കുഴി മൂടാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റതായി പരാതി. 1.5 മാസത്തോളം റാഗിങ്ങിനിരയാക്കിയെന്നാണ് പരാതി. വിദ്യാർത്ഥി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. നടപടി ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതിന് ഇതേ വിദ്യാർത്ഥികൾ നേരത്തെ സസ്പെൻഷനിലായിരുന്നുവെന്നാണ് വിവരം. യൂണിഫോമിൽ മുഴുവൻ ബട്ടണും ഇടണമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം റാഗിങ് ചെയ്തത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങരുതെന്നും ആവശ്യപ്പെട്ടു. ഇൻസ്റ്റഗ്രാമിൽ ചിത്രമിട്ടപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറയുന്നു. തൃശൂർ മാളാക്കൊമ്പ് ഒടിഞ്ഞാമാക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുക ഉയർന്നു. ബസ്സിന്റെ ഡോർ സ്റ്റക്കാകുകയും പിന്നാലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി പുക ഉയരുകയും ചെയ്തു. ഇതോടൊപ്പം പുറത്തിറങ്ങാൻ കഴിയാത്ത യാത്രക്കാർ ബസ്സിൽ നിന്നും ജനൽ വഴി എടുത്തു ചാടി. പലർക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തിയെങ്കിലും അപകടമൊഴിവായി. സ്വാതന്ത്ര്യദിനത്തെ കൂടുതൽ വർണ്ണാഭമാക്കാൻ ഒരുങ്ങി കൊല്ലം പനയത്തെ സ്നേഹവീട്. ദേശീയ പതാകയുടെ നിറത്തിലുള്ള പലതരം ഉൽപ്പന്നങ്ങളാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത്. പനയം ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് സ്നേഹവീട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്.
ഇത്തവണ സ്വാതന്ത്ര്യദിനം എങ്ങനെ വ്യത്യസ്തമായി ആഘോഷിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരാശയത്തിലേക്ക് എത്തിയത്. ഇവിടുത്തെ 42 വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പരിശീലനത്തിലൂടെ ദേശീയ പതാകയുടെ നിറത്തിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ദേശീയ പതാക, ഹെയർബോ, കയ്യിൽ കെട്ടാനുള്ള ബാൻഡ്, മാല, കമ്മൽ, ബാഡ്ജ് എന്നിവയാണ് ഒരുക്കിയത്. പനയം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇവരുടെ കരവിരുതിലൂടെ വിരിഞ്ഞ ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതും ലക്ഷ്യമിടുന്നു. 150 രൂപയ്ക്കാണ് 7 ഇനങ്ങളുള്ള ഒരു കിറ്റ് നൽകുന്നത്. ഇതിലൂടെ ഇവർക്ക് ലഭിക്കുന്ന തുക ഓരോരുത്തരുടെയും പേരിൽ അവരവരുടെ വരുമാനമായും സൂക്ഷിക്കും. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായാണ് പുസ്തക നിർമ്മാണം, ഓഫീസ് ആവശ്യങ്ങൾക്കായുള്ള ഫയൽ ബോർഡുകൾ, കരകൗശല വസ്തുക്കൾ, ലോഷൻ, ഹാൻഡ് വാഷ്, ചവിട്ടുപായ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നത്. ഇവയ്ക്കൊക്കെയും ആവശ്യക്കാരുമുണ്ട്. അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷനും മാനസികവും ഉല്ലാസവും ഒരേപോലെ വരുന്ന ഒരു സംഭവമാണ്. നിറങ്ങൾ പരിചയപ്പെടാനും ആ നിറങ്ങൾ കൈകൾ കൊണ്ട് കണ്ണും കൈയും ഒരുപോലെ ആയി അവർക്കത് കോർത്തെടുക്കാനുമുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാനായിട്ട് അതിൽ നിന്ന് സാധിച്ചു. മാനസിക ഉല്ലാസത്തിനോടൊപ്പം തന്നെ അവർക്കൊരു ചെറിയ വരുമാനം ഇതിൽ നിന്ന് സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളെയും കഴിവുകളെയും കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുകയും ഭിന്നശേഷിയുള്ളവർക്ക് സമൂഹത്തിൽ എല്ലാ മേഖലകളിലും തുല്യ പരിഗണനയും അവസരങ്ങളും ഉറപ്പുവരുത്തുകയുമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. കലാകായിക മേഖലകളിൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചവരാണ്. പനയം ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഈ സ്നേഹവീട്ടിലേക്ക് ഇവരെ എത്തിക്കുന്നതിനായി വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ പരിശീലിപ്പിക്കുന്നതിനായി പ്രത്യേക യോഗ്യത നേടിയ 3 അധ്യാപകരുമുണ്ട്. സുഹിത്തിന് ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു ജീവിതം എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് കൂട്ടുകാരന്മാരെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ പഠിക്കുന്നു, കളിക്കുന്നു, ക്യാരം ബോർഡ് കളിക്കുന്നു, പിന്നെ ഫുട്ബോൾ കളിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു കൂട്ടുകാരന്മാരായിട്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് സ്നേഹം, എൻ്റെ കൂട്ടുകാരന്മാരോടാണ് സ്നേഹം. അവരില്ലാതെ എനിക്കൊരു ഇരുത്തിപ്പുറവില്ല. ഇതാണ് വർണ്ണങ്ങൾ നിറഞ്ഞ ഇവരുടെ ലോകത്ത് സ്വാതന്ത്ര്യദിനത്തിന് ഇത്തരത്തിൽ വലിയൊരു ആശയം കൂടിയുണ്ട്, വലിയൊരു അർത്ഥതലം കൂടിയുണ്ട്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. മലയാളികൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജനാധിപത്യ മൂല്യങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ച് സഹജീവികൾക്ക് കൂടുതൽ അന്തസ്സ് ഉറപ്പാക്കി സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കൂടുതൽ വികസിതവും സ്വയം പര്യാപ്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി നമുക്ക് പുനരർപ്പണം ചെയ്യാമെന്നും ഗവർണർ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. പത്തനംതിട്ട റാന്നിയിൽ മൈജി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് കോക്കറി ഐറ്റംസ് എന്നിവ ഷോറൂമിൽ ലഭ്യമാണ്. വലിയ വിലക്കുറവും മികച്ച ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ആദ്യ നറുക്കെടുപ്പ് നടത്തി 2 ഭാഗ്യശാലികളെ വീതമാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. ഗാഡ്ജറ്റ്സുകളും ഹോം അപ്ലയൻസസും ഡിജിറ്റൽ അപ്ലയൻസസും അങ്ങനെ എല്ലാം കിച്ചൺ അപ്ലയൻസസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും മൈജി ഫ്യൂച്ചറുടെ പ്രത്യേകത തന്നെയാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഗിഫ്റ്റുകളും ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കുകളും വിവിധ ഫൈനാൻസ് ബ്രാൻഡുകളുടെ ക്യാഷ് ബാക്കുകളും EMI-യും എല്ലാം തന്നെ നമ്മുടെ സ്റ്റോറുകളിൽ ലഭ്യമാണ്. കൊച്ചി തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിയെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തിയതായി ആരോപണം. സ്കൂളിൽ എത്താൻ വൈകിയതിനാണ് നടപടി. വൈകി വന്നതിനാൽ വെയിലത്ത് ഗ്രൗണ്ടിൽ ഓടിച്ച ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മുറിയിലിരുത്തിയത്. തുടർന്ന് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി കുട്ടിയെ TC തന്ന് പറഞ്ഞുവിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞുവെന്നും രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തി. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. 5ാം ക്ലാസ്സുകാരനെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കുട്ടികളെ അനാവശ്യമായി ശിക്ഷിക്കുന്നതിന് ആർക്കും അവകാശമില്ല. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ വിഷയം പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചുവെന്നും കുട്ടി അവിടെ തന്നെ പഠിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി താമസിച്ച് വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിയെ സ്കൂൾ ഗ്രൗണ്ടിൽ 3 റൗണ്ട് ഓടിക്കുകയും അതിനുശേഷം ഒരു ക്ലാസ്സിൽ ഒറ്റയ്ക്ക് കൊണ്ട് ഇരുത്തുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തി.
വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരു ഭാര്യയുമായി പിണങ്ങി ആറ്റിൽ ചാടിയ യുവാവിനെ ഫയർഫോഴ്സ് എത്തി കരക്കെത്തിച്ചു. പാലായിൽ ഇന്ന് വൈകുന്നേരമായിരുന്നു സംഭവം. പാലാ ഉള്ളനാട് സ്വദേശിയായ അനുരാജാണ് ഭാര്യയുമായി വഴക്കിട്ടതിനെ തുടർന്ന് മീനച്ചിലാറിന്റെ കൈവഴിയായ ലാലംതോട്ടിൽ ചാടിയത്. പുഴക്കര പാലത്തിന് സമീപം വെള്ളത്തിന് ആഴം കുറവുള്ള ഭാഗത്താണ് ഇയാൾ വീണത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഇയാളെ കരയ്ക്ക് കയറ്റി. വീഴ്ചയിൽ അനുരാജിന്റെ കൈക്കും കാലിനും ഒടിവ് സംഭവിച്ചു. യൂറോ കപ്പിലെ പ്രമുഖ ഫുട്ബോൾ ലീഗുകളുടെ പുതിയ സീസണ് തുടക്കമാകുന്നു. പ്രധാന ലീഗുകളിൽ സ്പാനിഷ് ലാലിഗയാണ് ആദ്യം മത്സരത്തിനിറങ്ങുക. സീസണിലെ ആദ്യ മത്സരത്തിൽ ജിറോണയും റയോ വയോക്കാനയും ഏറ്റുമുട്ടും. മത്സരം നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 നടക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും നാളെ രാത്രിയിൽ തുടക്കമാകും. ശനിയാഴ്ച പുലർച്ചെ തുടങ്ങുന്ന സീസൺ ഓപ്പണിൽ ചാമ്പ്യന്മാരായ ലിവർപൂൾ ബോൺമൗത്തിനെ നേരിടും.